1951 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനൗൺസ്മെന്റിന് ഉപയോഗിച്ചിരുന്ന മെഗാഫോണോ? ഇവയെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണണമെങ്കിൽ കോഴിക്കോട് നടക്കാവ് സ്വദേശി ലത്തീഫിന്റെ വീട് വരെ ഒന്ന് പോയാൽ മതി. രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വോട്ടിംഗ് രീതിയും പ്രചാരണവുമെല്ലാം മാറിക്കൊണ്ടിരിക്കും. എങ്കിലും കാലം എത്ര കഴിഞ്ഞു പോയാലും ആദ്യ തെരഞ്ഞെടുപ്പ് എന്നും ഒരു ഓർമ്മയാണ്. എന്നാൽ അക്കാലത്ത് ജനിച്ചിട്ടില്ലാത്തവർ അതെങ്ങനെ ഓർക്കുമെന്നല്ലേ? 1951 തെരഞ്ഞെടുപ്പിനെ ഓർക്കണമെങ്കിൽ അക്കാലത്ത് ജീവിക്കണമെന്നില്ല. ഇതുപോലെ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ചില അവശേഷിപ്പുകൾ കണ്ടാൽ മാത്രം മതി. 1951 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിരുന്ന ബാലറ്റ് പെട്ടിയാണിത്. പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി, പെട്ടി പൊട്ടിച്ചപ്പോൾ എന്ന് പാടി നടന്നിരുന്ന ആ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടെ ഈ വരികൾ ഇല്ലാതായി. ബാലറ്റ് പെട്ടി ഓർമ്മയായി. എന്നാൽ കോഴിക്കോട് നടക്കാവ് സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിൽ ആ ഓർമ്മപ്പെടുത്തൽ ഇപ്പോഴുമുണ്ട്. അതായത് 1951-52 കാലത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ഇലക്ഷൻ നടന്നത്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഇന്ത്യയുടെ ബാലറ്റ് ബോക്സാണ്. ഇതിൻ്റെ മുകളിൽ 1951 ഡേറ്റ് ഉണ്ട്. ഇതിനുശേഷം ഒരു പെട്ടിയുടെ മുകളിലും ഡേറ്റ് വന്നിട്ടില്ല. ഇതിന് മാത്രമേ ഡേറ്റ് വന്നത്. ആൽവിൻ കമ്പനി ഇറക്കിയത്. ഇത് ഹൈദരാബാദിലാണ് നിർമ്മിച്ചത്. എൻ്റെ ഒരു സുഹൃത്ത് ഒഞ്ചിയത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇത് കിട്ടിയതാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രാധാന്യം അറിയില്ല. പക്ഷേ ഞാൻ പുരാവസ്തുവൊക്കെ ശേഖരിക്കുന്നതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ശേഖരത്തിലേക്ക് കൂട്ടിയതാണ്. ഇപ്പോൾ ഒരു 8 വർഷത്തിൻ്റെ ഓളമായി എൻ്റെ കയ്യിലുണ്ട് ഇത്. ഹലോ ഹലോ ഹലോ. ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന മെഗാഫോണും അരിവാളും ഏണിയും കൈപ്പത്തിയും അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലച്ചുകളുമെല്ലാം മറ്റാകർഷണങ്ങളാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും. രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. പണം പൊടി പൊടിച്ചുകൊണ്ടുള്ള പ്രചാരണ രീതിയും തകൃതിയായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആദ്യകാല തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയും ബാലറ്റ് പെട്ടിയുമെല്ലാം നമുക്കൊരു കൗതുകമാണ്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.